ഇത് മൊയ്തീൻക. വെറും മൊയ്തീനല്ലട്ടാ, ചക്ക മൊയ്തീന്. ആള് കാണുന്ന പോലെ ചില്ലറക്കാരനൊന്നല്ല, വെട്ടൊന്ന് തുണ്ട രണ്ട് എന്നുള്ള പ്രകൃതക്കാരനാണ്. പിന്നെ നമ്മുടെ ബീരാൻക, ഇത് പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വെറും ബീരാനല്ലട്ടാ, ചൊറിയൻ ബീരാൻ. ഇപ്പൊ ചക്കക്കച്ചവടായിട്ട് നടക്കുകയാണ്. പണ്ടിവര് വലിയ ചങ്ങാതിമാരായിരുന്നു. അന്നെന്തോ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ രണ്ടാളും തമ്മിൽ പിരിഞ്ഞതാ. പിന്നെ എവിടെ കണ്ടു കഴിഞ്ഞാലും കീരിയും പാമ്പും പോലാണ്. അന്ന് ഒരുമിച്ചുണ്ടായിരുന്ന ചക്കക്കച്ചവടം അവിടെ വെച്ച് അവര് നിർത്തി. ഇപ്പൊ മൊയ്തീൻകാക്കും ബീരാൻകാക്കും സ്വന്തമായിട്ടുള്ള ചക്കക്കച്ചവടം. എന്തായാലും നമുക്ക് ബാക്കി കണ്ടോക്കാം. ഓനടുത്തേക്ക് പോകണ്ട, നിങ്ങൾ എല്ലാരും നമ്മുടെ അടുത്തേക്ക് പോരും. നമ്മളെ നല്ല മൊഞ്ചുള്ള ചക്കയാട്ടെ. നല്ല മൊഞ്ച് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല മക്കളെ, മധുരമുള്ള ചക്കമാണ്. ഇങ്ങോട്ട് പോന്നോളി നിങ്ങള്. നമ്മുടെ ചക്ക നല്ല പൈത്ത ചക്ക, പൈത്ത ചക്ക. പടച്ചോൻ ഒരു ചക്ക വാങ്ങാൻ നോക്കുമ്പോ ആകെ എടങ്ങാറായാലോ. ഇപ്പൊ എങ്ങോട്ടാ പോവാ? നിങ്ങൾ രണ്ടാളും വലിയ വർത്താനൊന്നും പറയണ്ട, ആദ്യം ഇതിന്റെ വില പറയും. അല്ല പയ്യ, അതൊക്കെ എന്താ കണ്ണില്ലേ? ദുനിയാവിലെ എവിടെയൊക്കെ വിലക്കല്ല നമ്മള് കൊടുക്കണേ. നിങ്ങൾ കാണുമ്പോ വാങ്ങിക്കോളി, തോന്നുമ്പോ കിട്ടൂലട്ടാ. 13.95. ഓന്റെ അടുത്താ കായോളി, ഞമ്മ കായ്ക്ക് തരാം. ഈ കളിക്കാതൊക്കെല്ലട്ടാ, എന്റെ കച്ചവടം പറഞ്ഞ കളയണ്ട. എന്റെ പഴയ ചങ്ങയായി പോയി. എടാ ചൊറിയൻ ബീരാൻ, എന്റെ കളി നമ്മള് കൊറേ കണ്ടതാട്ടോ. എന്താണ് ബാപ്പങ്ങള് രണ്ടാളെ തർക്കം കഴിഞ്ഞിട്ടില്ലേ? എന്ന് തുടങ്ങിയ തല്ലാണ് നിങ്ങൾ രണ്ടാളതും. ഓൻ എന്റെ വിലക്ക് ചക്ക കൊടുക്കണം. നിങ്ങൾ പണ്ട് മുതലേ പറയാൻ നിർത്തിയല്ലേ, നിങ്ങൾ രണ്ടാളും തല്ലുകൂടാണ്ട് ചക്ക വിൽക്കാൻ നോക്കി. അല്ല മൈദീനിക്ക, നിങ്ങൾക്ക് പണ്ടത്തെ പോലെ രണ്ടാൾക്കും കൂടിയിട്ട് സുഹൃത്തുക്കളായിട്ട് കച്ചവടം ചെയ്തൂടെ? മൈദീനെ, ഓൻ പറഞ്ഞ കുറച്ച് കാര്യം കേട്ടാ. അല്ല ബീരാനെ, പണ്ട് നമ്മൾ എത്ര ചക്ക കച്ചവടം ചെയ്താ. മക്കള് പറഞ്ഞിട്ട് വേണം അപ്പൊ ഇതൊക്കെ മനസ്സിലാവാ. ബീരാനെ, പണ്ടത്തെ പോലെ ഇനി നമ്മളെ ഒന്നാണ്. അതെ, നമ്മൾ രണ്ടാളും ചക്ക കച്ചവടമായിട്ട് നെക്സ്റ്റ് ഓയിൽ.